ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇതൊരു ഡേയ്സ് ഇൻ മൈ ലൈഫ് വ്ലോഗ് ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. ഞാൻ നോർമലി ഒരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ നോർമലി വീഡിയോ ഇടാറ്. അതായത് ഒരു ദിവസത്തിൽ നടക്കുന്ന കാര്യങ്ങള്, എന്റെ ആ ഒരു ദിവസത്തെ റുട്ടീൻ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അതായത് ഒറ്റ ദിവസത്തെ കാര്യങ്ങളായിരിക്കും ഞാൻ നോർമലി ഒരു വ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. അപ്പൊ ഇതിപ്പോ എന്താ പറ്റിയെന്ന് വെച്ചാല്, ഞാൻ എപ്പോഴും എടുക്കുന്ന പോലെ തന്നെ ഒരു ദിവസം, അതായത് ആ ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അത് ഇടയ്ക്ക് വെച്ചിട്ട് ബ്രേക്ക് ആയിപ്പോയി. അത് ഞാൻ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ മറന്നുപോയി. ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയായിരുന്നു, ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയായിരുന്നല്ലോ എന്നുള്ള കാര്യമൊക്കെ ഞാൻ പിന്നെ അങ്ങ് വിട്ടുപോയി. അങ്ങനെ പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, അയ്യോ അത് പിന്നെ കണ്ടിന്യൂ ചെയ്തില്ല, അങ്ങനെയൊക്കെ. അപ്പൊ രാവിലത്തെ കുറച്ച് ഫുട്ടേജസ് മാത്രം എന്റെ കയ്യിലായി, പിന്നെ ഇടയ്ക്കുള്ളതൊന്നും എടുത്തില്ല. അങ്ങനെ കുറച്ച് ബ്രേക്കായി പോയി. അങ്ങനെ കുറച്ച് ഫൂട്ടേജസ് ഒക്കെ എന്റെ കയ്യിലിരുന്നു ലാസ്റ്റ് വീക്കിലെ ഒരു 3-4 ദിവസത്തെ കുറച്ച് ഫൂട്ടേജസ്. എങ്കിൽ പിന്നെ ഇതൊക്കെ കൂടെ ചേർത്തിട്ട് ഒരു ഡേയ്സ് ഇൻ മൈ ലൈഫ് പോലെ അങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിൽ ആക്ച്വലി ഒരു ദിവസത്തെ ചെറിയ എന്തെങ്കിലും കുറച്ച് ഫൂട്ടേജസ് ഒക്കെ, ചെറിയ കാര്യങ്ങളൊക്കെ കാണത്തുള്ളൂ. അതായത് 1 ഡേ കംപ്ലീറ്റ് ഉള്ള കാര്യങ്ങളൊന്നും ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതാണ് ഡേ 1. അപ്പം ഞാൻ രാവിലെ ആസ് യൂഷ്വൽ എണീറ്റ് എന്റെ റൂമിലെ ജനലുകളൊക്കെ തുറന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് വ്യൂ ഒക്കെ നോക്കി, അങ്ങനെ കുറെ നേരമൊക്കെ നിന്ന് എന്റെ ബെഡൊക്കെ അറേഞ്ച് ചെയ്ത് അങ്ങനെ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ഒരു ഡേ ആണ്. പിന്നെ രാവിലെ ഒരു കോഫിയൊക്കെ ഇട്ട് കുടിച്ചു, അതിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. അപ്പം മുട്ടയും ഏത്തപ്പഴവും ആയിരുന്നു ഞാൻ കഴിച്ചിരുന്നത്. കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. എപ്പോഴും ദോശ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടി മുട്ടയും ഏത്തപ്പഴവും കോഫിയും കൂടെ ആയിരുന്നു എൻ്റെ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അതിൻ്റെ കൂടെ മാങ്ങയും കൂടെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ വ്ലോഗ് എടുക്കുന്ന കാര്യമൊക്കെ അങ്ങ് മറന്നുപോയി. ഇന്നൊരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഓർത്തത്. അത് ഓർക്കാൻ കാരണം, ഞാൻ ഒരു ഐസ്ക്രീം കഴിക്കാനായിട്ട് എടുത്തപ്പോഴാണ്, അയ്യോ ഇതെങ്കിലും ഒന്ന് വ്ലോഗിൽ കാണിക്കാൻ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഞാൻ ഐസ്ക്രീം കഴിക്കുന്നത് കാണിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്നാലും വെറുതെ കാണിക്കാന്ന് വിചാരിച്ചു. പിന്നെ ഞാനൊരു മൂവിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഉച്ച കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിഞ്ഞ ടൈമാണ്. അപ്പൊ ഞാനൊരു മൂവിയൊക്കെ കണ്ട് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. ഞാൻ ആദ്യമായിട്ടാണ് കോർനെറ്റോടെ ഒരു കോൺ ടോപ്പ് വാങ്ങുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു. അമൂലിന്റെ കോൺ ടോപ്പ് ഒക്കെ നല്ല ടേസ്റ്റ് ആണ്. അത് വെച്ച് നോക്കുമ്പോൾ ഈ കോർനെറ്റോടെ ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ കഴിച്ചു തീർത്തു. ഒരുമാതിരി ഒരു സിറപ്പിന്റെ ഒരു ടോണിക് ഒക്കെ കുടിക്കില്ലേ, ടോണിക് സിറപ്പ്, അതിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. പിന്നെ എങ്ങനെയൊക്കെയോ കഴിച്ചു തീർത്തു. പിന്നെ ഒരു കോൺ ടോപ്പിൽ എന്റെ ലാസ്റ്റ് പാർട്ട്, അതാണ് എൻ്റെ ഫേവറേറ്റ്. ലാസ്റ്റ് വരുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, അതെല്ലാവരുടെയും ഫേവറേറ്റ് ആണെന്ന് എനിക്കറിയാം. എന്റെയും ഫേവറേറ്റ് അതാണ്. അപ്പൊ അതിനുശേഷം പിന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് രാത്രിയാണ്. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാനൊരു വാൾ ഡെക്കർ ഉണ്ടാക്കുകയാണ്. ഇതിന് ലിപ്പൻ ആർട്ട് എന്നാണ് പറയുന്നത്. ഒരു റൗണ്ട് കാർഡ്ബോർഡിൽ നമ്മളിങ്ങനെ ക്ലേ വെച്ചിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണിത്. അപ്പൊ അതിലിനി കളറൊക്കെ അടിച്ചു കൊടുത്ത് കുറച്ച് മിറർ വർക്കൊക്കെ ചെയ്യാനുണ്ട്. അതാണ് സംഭവം. അപ്പൊ ഇതാണ് ഞാൻ ചെയ്തെടുത്തത്. ഇത് പടം വരച്ചിട്ട് അതില് ക്ലേ വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ ഒരു സ്റ്റേജ് വരെ എത്തിച്ചതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ വേറെ ദിവസങ്ങളിലായിട്ട് ചെയ്തതാണ്. അത് ഞാൻ ഇങ്ങനെ ടൈം ലാപ്സിൽ ചുമ്മാ വീഡിയോ എടുത്ത് വെച്ചിരുന്നു. അപ്പൊ ആ ഒരു ടൈം ലാപ്സ് വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം.
അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തതാണ് ഇവിടം വരെ എത്തിയത്. ഇത് അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത്. എന്നാലും വലിയ കുഴപ്പമില്ലാതെ ഇവിടം വരെ എത്തിച്ചു. ഇനി ഇതിൽ പെയിന്റ് ഒക്കെ അടിക്കാനുണ്ട്, അത് ഞാൻ വേറൊരു ദിവസമാണ് ചെയ്തത്. സോ ഇത് നെക്സ്റ്റ് ഡേ ആണ്, ഡേ 2. ഞാനപ്പോൾ രാവിലെ തന്നെ എനിക്കൊരു ഡെന്റിസ്റ്റ് അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഡെന്റൽ ക്ലിനിക്കിലെത്തി. ഞാൻ അലൈനർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു വ്ളോഗിന്റെ അടിയിൽ എനിക്ക് കമന്റ് വന്നിരുന്നു, പല്ലിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടോന്ന്. ഞാൻ അലൈനർ ഇട്ടിട്ടുണ്ട്. എൻ്റെ പല്ലിന് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ചില പല്ലുകൾക്കിടയിൽ ഗ്യാപ്സ് ഉണ്ടായിരുന്നു. അപ്പം അതിനു വേണ്ടിയാണ് ഞാൻ മെയിനായിട്ടും അലൈനർ ഇട്ടത്. പിന്നെ എൻ്റെ കുറച്ച് മുമ്പിലോട്ട് തള്ളിയിരിക്കുന്ന പല്ലായിരുന്നു, അപ്പം അതിനൊക്കെ കൂടെ വേണ്ടിയാണ് ഞാൻ അലൈനർ ഇട്ടത്. അപ്പം എൻ്റെ ട്രീറ്റ്മെന്റ് ഇപ്പം ഇൻ പ്രോഗ്രസ് ആണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. അതിന്റെ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലിനിക്കിൽ വന്നതാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരമാണ്. അന്ന് വൈകുന്നേരം ഞാൻ ഈ ഒരു കാരമൽ പുഡിംഗ് പ്രീ മിക്സ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ഉണ്ടാക്കാൻ നേരമാണ് അയ്യോ വ്ളോഗ് എടുത്തോണ്ടിരിക്കുകയായിരുന്നല്ലോ എന്നുള്ള കാര്യം ഓർമ്മതെങ്കിൽ പിന്നെ ഇതൊരു വീഡിയോ എടുത്ത് വെക്കാം, വ്ളോഗിൽ ആഡ് ചെയ്യാം, അങ്ങനെ വിചാരിച്ച് വീഡിയോ എടുത്തതാണ്. ഇത് കാരമൽ പുഡിംഗ് ആണ്. ഞാൻ ചുമ്മാ കടയിൽ പോയി അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ വാങ്ങിയതാണ്. പണ്ട് ഞാൻ ഇതിങ്ങനെ വാങ്ങി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ആ ഒരു ഓർമ്മ വന്നപ്പോഴേക്കും ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിയതാണ്, ഉണ്ടാക്കി നോക്കാന്ന് വിചാരിച്ച്. അപ്പം അതിന്റെ കൂടെ തന്നെ കാരമലിന്റെ സിറപ്പും ഒരു സെപ്പറേറ്റ് പാക്കിലായിട്ട് കാരമൽ സിറപ്പും ഉണ്ടാവും. അപ്പൊ അതിങ്ങനെ ഞാൻ ഇത് പുഡിംഗ് സെറ്റ് ചെയ്യുന്ന മോൾഡിൽ ആദ്യം ഈ കാരമൽ സിറപ്പ് ഒഴിച്ച് സ്പ്രെഡ് ചെയ്തിട്ട് അതൊന്ന് കുറച്ചു നേരം സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം പിന്നെ നമ്മുടെ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഒരു കവർ പാല്, അതിലേക്ക് പ്രീ മിക്സ് പൗഡർ ഉണ്ട്, അത് വിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കണം. നമ്മൾ ഈ കസ്റ്റാർഡൊക്കെ തിളപ്പിച്ചെടുക്കുന്നത് പോലെ. അതങ്ങനെ ഒന്ന് കുറുകി വരുന്ന വരെ അതൊന്ന് തിളപ്പിച്ച് എടുക്കണം. എന്നിട്ട് അത് കുറച്ചു നേരം തണുക്കാനായിട്ട് ഒരു അരമണിക്കൂറൊക്കെ തണുക്കാനായിട്ട് പുറത്ത് വെക്കണം. ഫ്രിഡ്ജിൽ വെക്കല്, പുറത്ത് തണുക്കാനായിട്ട് ഒരു അരമണിക്കൂർ നേരമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ ഏത് മോൾഡാണോ എടുക്കുന്നത് ആ മോൾഡിൽ ആ കാരമൽ സിറപ്പ് സ്പ്രെഡ് ചെയ്ത ആ ഒരു മോൾഡ് എടുത്തിട്ട് അതിലേക്ക് ഈ പുഡിംഗ് മിക്സ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു 2 to 3 hours ഫ്രിഡ്ജിൽ വെക്കണം എന്നാണ് അതിന്റെ ഇൻസ്ട്രക്ഷനിൽ പറയുന്നത്. അപ്പൊ ഞാനൊരു 3 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നോക്കി, പക്ഷേ എന്തോ ഇത് സെറ്റ് ആയില്ല. ആ ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിൽ തന്നെ ഇരിക്കുമായിരുന്നു. എനിക്ക് മറ്റേ ഡീമോൾഡ് ചെയ്ത് ആ പുഡിങ്ങിന്റെ ഷേപ്പിൽ വരണം എന്നൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ അങ്ങനെ ഒന്നും വന്നില്ല. ഇതിപ്പം മറ്റേ ഐസ്ക്രീം ഒക്കെ കഴിക്കുന്ന പോലെ കഴിക്കാനേ പറ്റിയുള്ളൂ. പറഞ്ഞ അതേ അളവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തത്. പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയില്ല, ആ ഒരു പുഡിങ്ങിന്റെ ഒരു തിക്ക് ടെക്സ്ചർ വന്നില്ല. അപ്പം ഇത് വേറൊരു ദിവസമാണ്, ഡേ 3. ഇതപ്പം ഈവനിങ് ആണ് സമയം. നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് മഴ ഇങ്ങനെ ചെറിയ രീതിയിൽ പെയ്യുമെങ്കിലും ഇങ്ങനെ കോരി ചൊരിയുന്ന മഴ ഇപ്പോഴാണ് പെയ്യുന്നത്. അപ്പൊ അത് കണ്ടപ്പോൾ എനിക്കൊന്ന് വീഡിയോ എടുക്കണം എന്ന് തോന്നി. അങ്ങനെ ഞാൻ എടുത്തു തുടങ്ങിയതാണ് ഈ ഒരു ദിവസത്തെ വ്ളോഗ്. അങ്ങനെ കുറേ നേരം ഞാനിങ്ങനെ മഴയൊക്കെ കണ്ട്, മഴയത്ത് ഞാൻ ഇറങ്ങിയതൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ മഴയൊക്കെ കളിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് പാസ്ത കഴിക്കാനായിട്ട് തോന്നി. നല്ല മഴയൊക്കെ ആയപ്പോൾ ചൂടോടെ എന്തെങ്കിലും കഴിക്കാൻ തോന്നി. എങ്കിൽ പിന്നെ പാസ്ത ഇരിപ്പുണ്ടായിരുന്നു, ചിക്കനും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ചിക്കൻ പാസ്ത ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് ഞാൻ പാസ്ത ഉണ്ടാക്കി.
അപ്പോൾ നല്ല ക്രീമി വൈറ്റ് സോസ് ചിക്കൻ പാസ്ത ഉണ്ടാക്കി കഴിച്ചു. അതായിരുന്നു എൻ്റെ അന്നത്തെ ഡിന്നർ. അതിനുശേഷം പിന്നെ എൻ്റെ ലിപ്പൻ ആർട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇരുന്നു. അപ്പം ഞാൻ ക്ലേ വെച്ചിട്ടുള്ള ഔട്ട്ലൈൻ ഒക്കെ ആയിരുന്നു കൊടുത്ത്, അതാണ് ലാസ്റ്റ് ഡേയിൽ ചെയ്തത്. ഇനി ഇതിന് പെയിന്റ് ചെയ്യണം. അപ്പം ഞാൻ പിൻട്രസ്റ്റിൽ ഒരു റെഫറൻസ് ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പെയിന്റ് ചെയ്യണം. അപ്പം ഞാൻ അതെടുത്ത് വെച്ചേക്കുവാണ്. അത് നോക്കി അതേപോലെ പെയിന്റ് ആ ഒരു കളർ കോമ്പിനേഷൻ കൊടുക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ പെയിന്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇത് ആക്ച്വലി കുറെ നാളായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ കുറെ റീൽസ് കാണാറുണ്ട്, ലിപ്പൻ ആർട്ട് പെയിന്റിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതിൽ നല്ല ഭംഗിയായിട്ട് കുറെ നല്ല നല്ല ഡിസൈനിൽ, ഇതുപോലൊന്നും അല്ല, ഇതിലും കോംപ്ലക്സ് ഡിസൈനിലൊക്കെ അടിപൊളിയായിട്ട് ചെയ്തേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അത് കാണുമ്പം എനിക്കത് ഉണ്ടാക്കി ഇങ്ങനെ എൻ്റെ വീട്ടിൽ കുറെ വാൾസിലൊക്കെ കുറെ എംപ്റ്റി സ്പേസസ് കിടപ്പുണ്ട്. അപ്പൊ എനിക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ വാൾ ഡെക്കേഴ്സ് ഒക്കെ എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി അവിടേക്ക് ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം എന്നാണ്. അപ്പം അങ്ങനെ കുറെ നാളായിട്ട് ഞാൻ ഈ ലിപ്പൻ ആർട്ട് ചെയ്ത് ഇത് അവിടെ വെക്കണം അങ്ങനത്തെ ഒരു പ്ലാനിലായിരുന്നു. ഇത് ആക്ച്വലി ഒരു ദിവസം ഫുൾ ഇരുന്നാല് ഇത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ, ഇപ്പൊ ഒരു ദിവസത്തിൽ ഒരു 1-2 മണിക്കൂറൊക്കെയാണ് ഞാൻ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ എടുക്കുമ്പം ഒരു 1 വീക്കിലൊക്കെ ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പെയിന്റിങ് കംപ്ലീറ്റ് ചെയ്തു. പെയിന്റിങ് ഒക്കെ കൂടെ കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഭംഗിയൊക്കെ വെച്ച് തുടങ്ങി. ഇതപ്പോൾ വേറൊരു ദിവസമാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന ലാസ്റ്റ് ഡേ ഇതാണ്. എനിക്കപ്പോൾ ചെറിയൊരു പനിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ഈ ദിവസത്തിന്റെ തലേ ദിവസം തന്നെ നല്ല പനി ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ മരുന്നൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ ഈ ദിവസം രാവിലെ എണീറ്റപ്പോ കംപ്ലീറ്റ്ലി പനി മാറിയില്ലെങ്കിലും കുറച്ച് കുറവുണ്ട്, ഞാൻ മരുന്ന് കഴിച്ചതുകൊണ്ട്. അങ്ങനെ പനിയുടെ വിഷമത്തിൽ ഞാൻ രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ ഈ ദിവസം എനിക്ക് ശരിക്കും ഹോളിഡേ ആണ്, ഈദിന്റെ ദിവസമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം ഈ ദിവസം ഞാൻ സിനിമയ്ക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു, ദൃശ്യം 3 കാണാനായിട്ട്. അപ്പോഴാണ് എനിക്ക് പനിയൊക്കെ ആയത്. അപ്പൊ ഞാനൊരു 2-3 ദിവസം മുമ്പേ ടിക്കറ്റ് ഒക്കെ എടുത്ത് സെറ്റ് ആയിട്ട് ഇരിക്കുമായിരുന്നു. ആൻഡ് എനിക്ക് ഒരു ദിവസം മുമ്പെയാണ് പനി തുടങ്ങിയത്. അപ്പോൾ ഒക്കെ കൂടെ ക്ലാഷ് ആയിപ്പോയി, പനിയും ആയി, എന്നാൽ സിനിമയ്ക്ക് ടിക്കറ്റും എടുത്ത് സിനിമയ്ക്കും പോകണം, അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ ആദ്യം കുറച്ച് ചൂടുവെള്ളം, ഒരു ഗ്ലാസ് ചൂടുവെള്ളമൊക്കെ എടുത്ത് കുടിച്ചു. കാരണം എനിക്ക് ചെറിയ ത്രോട്ട് ഇറിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ചൂടുവെള്ളം കുടിച്ചപ്പോൾ നല്ലൊരു റിലീഫ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോഴും എനിക്ക് കംപ്ലീറ്റ്ലി ഞാൻ റിക്കവർ ആയിട്ടില്ല. എനിക്ക് ചെറിയ പനിയൊക്കെ മാറി, എന്നാലും ചെറിയ ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് എൻ്റെ വോയിസ് കുറച്ചൊന്ന് അടഞ്ഞിരിക്കുകയാണ്. അപ്പൊ ചെറിയ മഴക്കാറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം സിനിമയ്ക്ക് ബുക്ക് ചെയ്തത് 11 മണിക്കാണ്, ഷോ 11 മണിക്കാണ്. അപ്പം ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഒരു ഡോളോയും കൂടെ കഴിച്ചിട്ട് എന്തായാലും മൂവിക്ക് പോകാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ദോശയും ചട്നിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. എനിക്ക് ആക്ച്വലി ഒരു ചെറിയ പനിയാണെങ്കിലും ഞാനിനി തിയേറ്ററിൽ പോകുമ്പോൾ അവിടെ AC ആയിരിക്കും. അപ്പൊ അവിടെ പോയി തണുപ്പൊക്കെ അടിക്കുമ്പോൾ പനി കൂടിയാലോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ അതുകൊണ്ട് ഞാനൊരു ഹുഡിയൊക്കെ ഇട്ടിട്ടാണ് തിയേറ്ററിൽ പോകാൻ പോകുന്നത്, എനിക്ക് ഒട്ടും തണുപ്പടിക്കാതിരിക്കാൻ. പിന്നെ അതിന്റെ കൂടെ തന്നെ ഞാൻ എന്താ സോക്സ് ഒക്കെ എടുത്തിട്ടുണ്ട്, തിയേറ്ററിൽ ചെന്നിട്ട് ഇടാന്ന് വെച്ചിട്ട്. പിന്നെ ഇയർ ക്യാപ്പ്, ചെവിയിൽ തണുപ്പും കാറ്റും ഒന്നും അടിക്കാതിരിക്കാനായിട്ട് ഇയർ ക്യാപ്പ്. പിന്നെ ഞാൻ ഒരു ബോട്ടിൽ ചൂടുവെള്ളം, എൻ്റെ ഇൻഹെയിലർ, ഇതൊക്കെ കരുതിയിട്ടാണ് ഞാൻ തിയേറ്ററിലേക്ക് പോകുന്നത്. ഇത് ഇത്ര എൻ്റെ ബാഗിലേക്ക് കുത്തി കയറ്റുവാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ തിയേറ്ററിൽ പോകുന്നത്. പിന്നെ ദൃശ്യം 3 കാണണം എന്നുള്ളത് ഞാൻ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിരുന്ന കാര്യമാണ്. റിലീസ് ഡേറ്റ് ഒക്കെ അറിഞ്ഞപ്പോൾ തന്നെ എന്തായാലും പോകണം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് എനിക്ക് പനി കാരണം എനിക്ക് അത് പോസ്റ്റ്പോൺ ചെയ്യാനായിട്ട് തോന്നിയില്ല.
എന്തായാലും പ്ലാൻ ചെയ്തതാ. അപ്പം മാസ്ക് ഒക്കെ ഇട്ടിട്ടാണെങ്കിലും ഞാൻ പോകും എന്നുള്ള ഒരു ഇതിൽ പോയതാണ്. അപ്പൊ ഞങ്ങൾ കാറിൽ തിയേറ്ററിലേക്ക് പോവാണ്. ചെറിയ മഴയൊക്കെ പൊടിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ തിയേറ്റർ എത്തി. കുറച്ച് നേരത്തെയാണ് എത്തിയത്. ആരെയും അകത്ത് കയറ്റിയിട്ടില്ല, എല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. സോ അങ്ങനെ സിനിമ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇന്റർവെല്ലായി. ഇതാണ് എൻ്റെ ഒരു കോലം. ഞാൻ എന്തോ തീവ്രവാദിയൊക്കെ പോലാണ് തിയേറ്ററിൽ ഇരുന്നത്, മാസ്കും ഹുഡിയും ഒക്കെ ഇട്ടിട്ട്. പിന്നെ ഒരു നല്ല ചൂട് കോഫി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സിനിമയൊക്കെ കണ്ടിറങ്ങി. നല്ല സിനിമയാണ്. 1ഉം 2ഉം ഒക്കെ പോലെ തന്നെ 3യിലും ചില സസ്പെൻസും ട്വിസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഞാൻ തിയേറ്ററിൽ പോയി തിരിച്ചു വന്ന് ഞാൻ ആകെ ടയേർഡ് ആയിരുന്നു. പിന്നെ ലഞ്ചൊക്കെ കഴിച്ച് ഞാൻ കുറച്ചു നേരം നല്ലപോലെ റെസ്റ്റ് എടുത്തു. പിന്നെ രാത്രിയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ പനി നല്ല രീതിയിൽ കുറഞ്ഞു വന്നു. എനിക്ക് ചെറിയ ജലദോഷം മാത്രമേ പിന്നെ ഉണ്ടായിരുന്നുള്ളൂ. ബോഡി പെയിനും കാര്യങ്ങളും ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ലിപ്പൻ ആർട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ടിരുന്നു. അപ്പൊ ഇതില് നമ്മൾ കഴിഞ്ഞ ദിവസം പെയിന്റ് ഒക്കെ ചെയ്ത് വെച്ചിരുന്നതാണ്. ഇനി അതിൽ കുറച്ച് മിറർ വർക്ക് ചെയ്യാനുണ്ട്. അതായത് കുഞ്ഞു കുഞ്ഞു മിറർ പീസസ് ഉണ്ട്, അതൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പം അതും ഞാനിങ്ങനെ റെഫറൻസ് നോക്കി ചെയ്യാന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ റെഫറൻസ് പിക്കിലുള്ള മിറർ പീസസ് അല്ല എൻ്റെ കയ്യിലിരിക്കുന്ന മിറർ പീസസ്. അപ്പോൾ എനിക്ക് അത് റെഫർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി ഒക്കെ വെച്ചിട്ട് ഞാൻ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറെ റാൻഡം പീസസ് ഒക്കെ കൂടെ ഒട്ടിച്ചു കൊടുക്കും. അപ്പം ഇതാണ് മിറർ പീസസ് ഒക്കെ കൂടെ ഒട്ടിച്ചിട്ടുള്ള ഫൈനൽ ലുക്ക്. കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ചില പോരായ്മകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു 75% പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കമന്റിൽ പറയണം ഈ ഒരു ലിപ്പൻ ആർട്ട് പെയിന്റിങ് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. സോ ഇത്രേ ഉള്ളൂ. ഇതായിരുന്നു ഞാൻ എടുത്ത ലാസ്റ്റ് ഡേയിലെ വിഷ്വൽസ്. അപ്പൊ ഇതോടെ എൻ്റെ ഡേയ്സ് ഇൻ മൈ ലൈഫ് വ്ലോഗ് ഞാൻ എൻഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്ലോഗ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ see you in my next vlog. Bye.